ഔട്ട്ഡോർ ആയിക്കോട്ടെ, ഇൻഡോർ ആയിക്കോട്ടെ, പുറത്തുള്ളവരായിക്കോട്ടെ, എന്തായിക്കോട്ടെ, ഡ്രൈവർ ആയിക്കോട്ടെ. ചിലർ കണ്ടിട്ടില്ല, ചിലവരുടെ നല്ല സ്വഭാവം കണ്ട അത്ഭുതപ്പെട്ടു പോകും. ഉപയോഗിക്കുന്ന വെഹിക്കിളിനെ അവർ അത്രയും ഭംഗിയിൽ കീപ്പ് ചെയ്യും, സമയാസമയങ്ങളിൽ സർവീസ് ചെയ്യും, ഒരു മുടക്കം വരുത്തില്ല, കൃത്യം നീറ്റായിട്ട് ക്ലീൻ ചെയ്ത് വെക്കും, അകത്തും പുറത്തും എല്ലാം ഓർഗനൈസ്ഡ് ആണ്. ഇതേപോലെ നിങ്ങളുടെ ഓഫീസും പുറത്തുമുള്ള എല്ലാ കേസുകളിലും വെൽ ഓർഗനൈസ്ഡ് ആയിരിക്കും. ക്ലിയർ ആണ്? ഓർഗനൈസ്ഡ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും സംശയമുണ്ടോ? ഓർഗനൈസ്ഡ് ഇല്ല, സംശയം വരാൻ സാധ്യത ഉണ്ടോ? നമുക്ക് ഇപ്പോൾ ഇരിക്കുന്ന സ്മാർട്ട് ഫോണിൽ ഇഷ്ടംമാതിരി ഓപ്ഷൻസ് ഉണ്ട്. എവർ നോട്ട് എന്ന് പറഞ്ഞിട്ടും പല നോട്ടുകളുണ്ട്. ഇന്ന ദിവസം രാവിലെ ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ, ഇന്ന ദിവസം സെയിൽസ്, ഔട്ട്ഡോർ സെയിൽസ് പോകുന്നവർക്ക് എൻ്റെ റൂട്ട് ഇന്നിതാണ്, ഇന്ന റൂട്ടിൽ പോകും. ഇപ്പം നിങ്ങൾക്ക് ഔട്ട്ഡോർ സെയിൽസിൽ നിങ്ങൾ പോകേണ്ടത് കാസർഗോഡ് ജില്ലയിൽ അങ്ങേ തലക്കാണ് ഒരു അപ്പോയിൻമെൻറ്റ്. രണ്ടാമത്തെ അപ്പോയിൻമെൻറ്റ് നമ്മുടെ ചൊക്ലിയിലാണ്. എന്ത് കൂട്ടുക, ചൊക്ലിന്ന് നേരെ കാസർഗോഡേക്ക് പോയി, എന്നിട്ട് കാസർഗോഡ് നിന്ന് തിരിച്ച് വീണ്ടും കണ്ണൂരേക്ക് വന്നു, കണ്ണൂരിൽ നിന്ന് വീണ്ടും വടകരയിലേക്ക് പോയി. ഇതിൻ്റെ ഇടയിൽ ഒരുപാട് സമയം നഷ്ടമുണ്ട്, ഒരുപാട് ഫ്യൂവലിൻ്റെ നഷ്ടമുണ്ട്. ഞാൻ ഉദാഹരണമാണ്, നിങ്ങൾ ചെയ്യുന്നതൊന്നല്ലേ പറഞ്ഞത്, ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ വെൽ ഓർഗനൈസ്ഡ് ആണെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് എത്തിപ്പെടാൻ പറ്റുന്നിടത്ത്, ഓഫീസ് തുറക്കുമ്പോൾ ഏത് സ്ഥലത്താണോ ആദ്യം എത്തിപ്പെടാൻ പറ്റുന്നത് അവിടത്തേക്ക് പോകും. ഇത് നിങ്ങളുടെ ഡിസ്ക്രിപ്ഷനാണ്, ഏത് റൂട്ടിൽ ആദ്യം പോകണം. അവിടെ ഇരിക്കുന്ന കസ്റ്റമർ എപ്പോഴാണ് അവൈലബിൾ. ചിലർ കസ്റ്റമർ 11 മണിക്കേ വരുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഞാൻ രാവിലെ നേരത്തെ പോയിട്ട് അവിടെ പോയി കാത്തിരുന്ന് കഴിഞ്ഞാൽ എൻ്റെ സമയം നഷ്ടമാണ്. കൃത്യമായിട്ട് ഓർഗനൈസ്ഡ് ആണെങ്കിൽ ഇന്ന സ്ഥലത്ത് സമയത്തേക്ക് എത്തുന്നു. അവിടെ എത്തിക്കഴിഞ്ഞാൽ ആ സമയം ആളുണ്ട് എങ്കിൽ അദ്ദേഹത്തെ കാണാൻ പറ്റുകയും എത്രയും നേരത്തെ അവിടെ നിന്ന് ഇറങ്ങി അടുത്ത അപ്പോയിൻമെൻറ്റിലേക്ക് പോകണം. അതിനനുസരിച്ച് വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു കലണ്ടർ എൻ്റെ കയ്യിൽ വേണം. ടു ഡു ലിസ്റ്റ്, ഇന്ന് ഞാൻ ചെയ്യേണ്ട സംഗതികൾ, എന്നിട്ട് ചെയ്തത് മുഴുവൻ ടിക്ക് ചെയ്ത് പോകുന്നു. 11 കാര്യങ്ങൾ ഒരു ദിവസമുണ്ട്, അതിനകത്ത് 3 കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇത് അടുത്ത ദിവസം ടു ഡു ലിസ്റ്റിലേക്ക് വരണം. പ്രയോറിറ്റി നോക്കണം. ബാങ്കിൽ പോകേണ്ടവരാണെങ്കിൽ ബാങ്കിൽ പോകണം. സമയം ഒട്ടും നഷ്ടപ്പെടുത്താതെ വെൽ ഓർഗനൈസ്ഡ് ആയിട്ട് ഇരിക്കുക. സമയനഷ്ടം ഉണ്ടാവരുത്, നമ്മുടെ മെറ്റീരിയൽ നഷ്ടം ഉണ്ടാവരുത്, സാമ്പത്തിക നഷ്ടം ഉണ്ടാവരുത്. ഈ തരത്തിൽ ഓർഗനൈസ്ഡ് ആവുക, അതിനാണ് ഓർഗനൈസ്ഡ് ആവുക എന്ന് പറയുന്നത്.